പയ്യന്നൂരിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പയ്യന്നൂരിലെ കസേലകളി എങ്ങനെ? പയ്യന്നൂര് നമുക്കറിയാം, അത് AV കുഞ്ഞമ്പൂ തൊട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഇടത് നേതാക്കൾ എത്രയോ കാലം ശക്തമായി N സുബ്രഹ്മണ്യ ഷേണോയെ പോലെ, MV ആറിനെ പോലെ, CP നാരായണനെ പോലെ ഒക്കെ, പിണറായി വിജയനെ പോലെ, PK ശ്രീമതിയെ പോലെയൊക്കെ ഉള്ള ആളുകൾ മത്സരിച്ചിട്ടുള്ള വലിയ ശക്തമായ ഒരു മണ്ഡലമാണ്. മണ്ഡലത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ എനിക്ക് ഇവിടെ ലഭ്യമാണ്. മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TI മധുസൂദനൻ നേടിയ വോട്ടുകൾ 93,000-ലധികം വോട്ടുകളാണ്. 93,695 വോട്ടുകളാണ് TI മധുസൂദനൻ നേടിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ളത് 43,915 വോട്ടുകൾ ആണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ BJPക്ക് വലിയൊരു നിർണായകമായൊരു സ്വാധീനം കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ KK ശ്രീകുമാറിന് അവിടെ കിട്ടിയത് 11,308 വോട്ടുകൾ മാത്രമാണ്. 2018 കണക്ക് കുറെ കൂടി 16 കണക്ക് കുറെ കൂടി വ്യത്യസ്തമാണ്. 2016 നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. 2016 C കൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. C കൃഷ്ണൻ നേരത്തെ പിണറായി വിജയനും PK ശ്രീമതിക്കും ശേഷമാണ് ശ്രീകൃഷ്ണൻ അവിടെ 2016-ലും 2011-ലും ഒക്കെ അവിടെ ജയിക്കുന്നത്. 2011 C കൃഷ്ണൻ 78,116 വോട്ടുകൾ നേടുന്നു. 2016 ആകുമ്പോൾ അത് 83,226-ലേക്ക് നീങ്ങുന്നു. അതാണ് TI മധുസൂദനൻ 2021 ആകുമ്പോഴേക്കും 93,695-ലേക്ക് ഉയർത്തുന്നത്. അപ്പോൾ UDFൻ്റെ വോട്ട് അവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയൊരു ഉയർച്ച UDF വോട്ടുകളിൽ ഇല്ല. മറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് 2011 K പ്രജിത്ത് അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ 45,992 വോട്ടുകൾ അവിടെ K ബ്രിജേഷ് കുമാറിന് ലഭിക്കുന്നു. അത് 2011-ലാണ്. അതോടൊപ്പം 2016 സാജിദ് മടവിൽ UDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ 42,963 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വോട്ട് വീണ്ടും കുറയുകയാണ്. അപ്പം 45,000-നും 43,000-നും ഇടയിൽ ആണ് അവിടെ വോട്ടുകൾ കിട്ടുന്നത്. M പ്രദീപ് കുമാറാണ് ഏറ്റവും ഒടുവിൽ 2021 അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ 43,915 വോട്ടുകൾ ആണ് നേടുന്നത്. BJPയുടെ വോട്ട് ശതമാനം അവിടെ വലിയ നിർണായകമല്ല. നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് 2011 5,000 ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് അവർക്ക് സമാശ്വസിക്കാം. 5,011 നിന്ന് അത് 5,019 നിന്ന് അത് 11,308-ലേക്ക് ഉയർന്നിരിക്കുന്നു. പക്ഷേ CPMൻ്റെ ഭൂരിപക്ഷം അവിടെ നമുക്ക് കാണാൻ കഴിയും. 32,124 2014-ലെങ്കിൽ അത് 2016-ലാകുമ്പോഴേക്കും 40,263-ലേക്ക് എത്തുന്നു. ഒടുവിൽ 2021 ആകുമ്പോൾ അത് 49,780-ലേക്ക് എത്തുന്നു. ഇപ്പോൾ TI മധുസൂദനൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുകയാണ്. V കുഞ്ഞികൃഷ്ണനെ UDF പിന്തുണയ്ക്കുന്നു. AP ഗംഗാധരൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പോൾ ഈ 2011-ലെ സാഹചര്യമല്ല, അത് കുറെ കൂടി മാറുന്ന ഒരു സാഹചര്യം വരുമോ? ഇതാണ് പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം പയ്യന്നൂർ നഗരസഭ വലിയ ഒരു ഇടതുകോട്ട എന്ന് തന്നെ പറയാവുന്നതാണ്. പെരിങ്ങോം വയൽക്കര പഞ്ചായത്തായിക്കോട്ടെ, അല്ലെങ്കിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തായിക്കോട്ടെ, കരിവള്ളൂർ, പെരള, രാമന്തളി, എരമം കുറ്റൂർ ഒക്കെയുള്ള പഞ്ചായത്തുകൾ, ചെറുപുഴ, ഇവിടെയെല്ലാം ശക്തമായ ഇടത് ശക്തി കേന്ദ്രങ്ങൾ ആണ്. ചെറുപുഴയിൽ കോൺഗ്രസിനും ശക്തി ഉണ്ട്. അങ്ങനെ സ്വാഭാവികമായി ഇത് TI മധുസൂദനന് ഇതൊരു വലിയ മേൽക്കൈയാണ്. അവിടെ ഈ അദ്ദേഹം നേടിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ നേടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 49,780 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ ഫർസിൻ മജീദ് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇപ്പോൾ V കുഞ്ഞികൃഷ്ണൻ വരികയാണെങ്കിൽ എത്ര വോട്ടുകൾ പിളർക്കാൻ കഴിയും? അത് ഒരു വലിയ ഘടകമാണ്. ഈ 25,000-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് പിളർക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം അവിടെ അങ്ങനെ നിലനിൽക്കുകയാണ്. അതാണ് പയ്യന്നൂരിൻ്റെ ചിത്രം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.